80കളിലെ അവസാനം റാഞ്ചി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിന്റെ കഥയുമായി ഗുരുവായ സംവിധായകൻ ഫാസിലിനെ കാണാൻ സിദ്ദിഖ് ലാൽ പോകുമ്പോൾ മോഹൻലാലും ശ്രീനിവാസനുമായിരുന്നു ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. 2 വർഷം മുമ്പ് സിദ്ദിഖും ലാലും ചേർന്ന് കഥ എഴുതി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത മോഹൻലാൽ ശ്രീനി ചിത്രമായ നാടോടിക്കാറ്റ് വലിയ വിജയം സ്വന്തമാക്കിയിരുന്നു. പക്ഷേ ശിഷ്യന്മാരുടെ ആദ്യ ചിത്രത്തിൽ മോഹൻലാലിനെയും ശ്രീനിവാസനെയും മുഖ്യ കഥാപാത്രങ്ങളാക്കാൻ നിർമ്മാതാവ് കൂടിയായ ഫാസിലിന് സമ്മതമായിരുന്നില്ല. മോഹൻലാൽ ശ്രീനി ജോഡി വന്നാൽ അവരുടെ പേരിലായിരിക്കും ഈ ചിത്രം അറിയപ്പെടുക എന്നായിരുന്നു ഫാസിലിന്റെ അഭിപ്രായം. മുകേഷിനെയും സായികുമാറിനെയും മോഹൻലാലിനെയും ശ്രീനിവാസനും പകരം കണ്ടെത്തിയെങ്കിലും അന്നത്തെ മാർക്കറ്റ് വെച്ച് 10 ദിവസം പോലും ഓടാനുള്ള ഭാഗ്യ സാഹചര്യങ്ങൾ റാഞ്ചി റാവു സ്പീക്കിംഗിൽ ഉണ്ടായിരുന്നില്ല. വലിയ പൈസ മുടക്കിയുള്ള ലൊക്കേഷനില്ല, വലിയ താരനിരയില്ല. ചിത്രത്തിനുള്ളിൽ ജീവിക്കുന്ന നർമ്മം മാത്രമായിരുന്നു ചിത്രത്തിന്റെ മർമ്മം. ഒടുവിൽ റാഞ്ചി റാവു സ്പീക്കിംഗ് പുറത്തു വന്നപ്പോൾ മലയാള സിനിമയെ ആർത്തി ചിരിപ്പിച്ച് ചരിത്ര വിജയമായി മാറുകയായിരുന്നു. You are watching. You're watching me. and you're watching me On metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.